കേവലം ഒരു MLA മാത്രമായിരുന്നില്ല, മറിച്ച് മുസ്ലിം ലീഗിന്റെ നയനിലപാടുകളെ സ്വാധീനിക്കാൻ ശേഷിയുള്ള വളരെ കരുത്തനായ ഒരു നേതാവ് കൂടിയായിരുന്നു അദ്ദേഹം. ആ അർത്ഥത്തിലാണ് അദ്ദേഹത്തെ രാഷ്ട്രീയ കേരളം മനസ്സിലാക്കുന്നത്. പിന്നീട് പാലാരിവട്ടം പാല അഴിമതിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം വിജിലൻസ് കേസിൽ അകപ്പെടുകയും അതിനകത്ത് അദ്ദേഹം ആരോപണവിധേയനാകുമെല്ലാം ചെയ്തപ്പോൾ പോലും അദ്ദേഹം കരുത്തോടുകൂടി നിയമവഴിയിൽ ആ കേസിനെ നേരിടുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. അദ്ദേഹം പാർട്ടി അപ്പോഴും അദ്ദേഹത്തിന് മതിയായ പിന്തുണ നൽകി. പിന്നീട് അദ്ദേഹത്തിന് വാർദ്ധക്യത്തിന്റെ പ്രയാസങ്ങളും പിന്നീട് അസുഖവുമായി ബന്ധപ്പെട്ട പ്രയാസങ്ങളും എല്ലാം ഉണ്ടായപ്പോഴും രാഷ്ട്രീയ വേദികളിൽ അദ്ദേഹം പരമാവധി സജീവമായിരുന്നു. ഇപ്പോഴും എറണാകുളം ജില്ലയിലെ പാർട്ടിയുടെ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ VK ഇബ്രാഹിം കുഞ്ഞിന്റെ അഭിപ്രായം ആരായാതെ പാണക്കാട് തങ്ങൾ ഒരു തീരുമാനവും എടുത്തിട്ടില്ല എന്ന് വേണം തന്നെ കരുതാൻ. അദ്ദേഹത്തിന്റെ മകൻ V. അബ്ദുൽ ഗഫൂറാണ് കഴിഞ്ഞ തവണ കളമശ്ശേരി നിയമസഭാ മണ്ഡലത്തിൽ മത്സരിച്ചത്. അപ്പോൾ പോലും VK ഇബ്രാഹിം കുഞ്ഞിന്റെ താല്പര്യം സംരക്ഷിക്കാൻ പാണക്കാട് തങ്ങളും മുസ്ലിം ലീഗിന്റെ ഉന്നത നേതൃത്വവും തയ്യാറായി. ആ അർത്ഥത്തിൽ എല്ലാ ഘട്ടത്തിലും മുസ്ലിം ലീഗിന്റെ നയനിലപാടുകളെ കാര്യമായി തന്നെ സ്വാധീനിച്ച ഒരു മധ്യ കേരളത്തിൽ നിന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് കൂടിയാണ് VK ഇബ്രാഹിം കുഞ്ഞ്. കേരളത്തിന്റെ ലീഗിന്റെ മുഖമായിരുന്നു VK ഇബ്രാഹിം കുഞ്ഞ് എന്നുള്ളതാണ്. നിരവധി തവണ, ഏതാണ്ട് 4 തവണ തുടർച്ചയായ അദ്ദേഹം MLA ആയിരുന്നു. അതിൽ 2 തവണ മന്ത്രിയായിട്ടുണ്ട്. ലീഗിന്റെ വിദ്യാർത്ഥി സംഘടനയായ MSF-ലൂടെ അദ്ദേഹം രാഷ്ട്രീയ ജീവിതം തുടങ്ങുകയായിരുന്നു. പിന്നീട് യൂത്ത് ലീഗ്, ജില്ലാ മുസ്ലിം ലീഗ് എന്നിവയുടെ ഭാരവാഹികളായി പ്രവർത്തിച്ചു. പിന്നീടാണ് അദ്ദേഹം തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് എത്തുന്നത്. അതിനുശേഷം അദ്ദേഹം തുടർച്ചയായി 4 തവണ കേരള നിയമസഭയിൽ ഇരിക്കുകയും അതിൽ 2 തവണ അദ്ദേഹം മന്ത്രിയായി ഇരിക്കുകയും ചെയ്തിരുന്നു. കുഞ്ഞാലിക്കുട്ടി രാജിവെച്ച സമയത്ത് ഷുക്കൂർ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും വിശ്വസ്തനായി അദ്ദേഹം ആ പദവി ഏൽപ്പിച്ചിരുന്നത് ഇബ്രാഹിം കുഞ്ഞിനെയാണ്. അത്തരത്തിൽ മധ്യ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ലീഗിന്റെ നേതാവാണ് വിട പറഞ്ഞിരിക്കുന്നത്. ഇബ്രാഹിം കുഞ്ഞ് ചികിത്സയിലിരിക്കെയാണ് മരിച്ചതെന്നാണ് അറിയാൻ സാധിക്കുന്നത്. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് അദ്ദേഹം മരിച്ചത്. മറ്റ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്കറിയാം. നേരത്തെ ഷുക്കൂർ സൂചിപ്പിച്ചതുപോലെ പാലത്തിൽ കുരുങ്ങിയ ഒരു രാഷ്ട്രീയ ജീവിതം കൂടി അദ്ദേഹത്തിന്റെ ഒരു ഘട്ടം അങ്ങനെയായിരുന്നു. രാഷ്ട്രീയ ജീവിതത്തിലെ പാലാരിവട്ടം പാലം അഴിമതിയുമായൊക്കെ ബന്ധപ്പെട്ടുള്ള വിവാദം നടന്ന സമയത്തൊക്കെ ഉണ്ടായിരുന്ന, പ്രത്യേകിച്ച് UDF സമ്മർദ്ദത്തിലായതെല്ലാം നമ്മൾ കണ്ടതാണ്. ആ വിവാദവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലേക്ക് നീങ്ങിയത് കണ്ടതാണ്. ഇബ്രാഹിം കുഞ്ഞ് അതിൽ പ്രധാനപ്പെട്ട, പിന്നീട് അദ്ദേഹം വന്ന് അതുമായി ബന്ധപ്പെട്ട് വളരെ പല ന്യായീകരണങ്ങളും നടത്തിയെങ്കിലും ഇല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് വിശദീകരിച്ചെങ്കിലും അത് ഹൈക്കോടതിക്ക് വരെ ബോധ്യപ്പെട്ട് കേസായതുകൊണ്ട് ആ രീതിയിൽ ചോദ്യം ചെയ്യപ്പെട്ട ആളാണ്. അത് മുന്നണിക്ക് വലിയ തലവേദനയായിട്ടുണ്ട് ഒരു കാലത്ത്. അതിനപ്പുറത്തേക്ക് ലീഗിന് വലിയ ബുദ്ധിമുട്ട് ആ കേസുമായി ബന്ധപ്പെട്ടെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട്. എങ്കിൽ പോലും ആ സമയത്ത് ഈ പറഞ്ഞതുപോലെ മലബാറിൽ എല്ലാ നേതാക്കളും വന്നുകൊണ്ടിരുന്ന ഒരു കാലത്ത്, ലീഗിൽ നിന്ന് മലബാറിൽ നിന്ന് വന്നുകൊണ്ടിരുന്ന ഒരു കാലത്ത് മധ്യ കേരളത്തിൽ നിന്ന് ഉയർന്നു വന്ന ലീഗിന്റെ ശബ്ദമായിരുന്നു ഇബ്രാഹിം കുഞ്ഞ് എന്നുള്ളതാണ്. K. ബാബു ചേരുന്നു. ശ്രീ K. ബാബു, താങ്കൾ എങ്ങനെ ഓർക്കുന്നു ഇബ്രാഹിം കുഞ്ഞിനെ? ഇബ്രാഹിം കുഞ്ഞ് എറണാകുളം ജില്ലയിലും അതുപോലെ തെക്കൻ പ്രദേശങ്ങളിലും മുസ്ലിം ലീഗിന് അതിശക്തമായ നേതൃത്വം നൽകിയിരുന്ന നേതാവാണ് അദ്ദേഹം. എൻ്റെ അഭിപ്രായത്തിൽ ഒരുപാട് തെറ്റിദ്ധരിക്കപ്പെട്ടൊരു നേതാവ് കൂടിയാണ്. അദ്ദേഹത്തിന്റെ വേർപാട് അങ്ങേയറ്റം ദുഃഖകരമാണ്. അദ്ദേഹം PWD മന്ത്രിയായിരുന്ന സമയത്തെല്ലാം, വ്യവസായ മന്ത്രിയായിരുന്ന സമയത്തെല്ലാം അദ്ദേഹം UDF-ന്റെ മന്ത്രിയായിരുന്നെങ്കിലും എല്ലാവരുമായി നല്ല അനുനയത്തിലും സൗമ്യതയിലും പ്രവർത്തിച്ച ഒരാളാണ്. അടിസ്ഥാന വികസന രംഗത്ത് ധാരാളം പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിന്റെ കാലത്ത് ഉണ്ടായിട്ടുണ്ട്. UDF ഗവൺമെന്റ് കാലത്ത് 100 പാലങ്ങൾ എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിന്റെ നേതൃത്വം നടന്ന PWD പ്രവർത്തനം കേരളത്തിന്റെ അടിസ്ഥാന വികസന മേഖലയിൽ വലിയ സംഭാവനയാണ് ചെയ്തത്. അദ്ദേഹത്തിന്റെ വേർപാട് തീർച്ചയായിട്ടും അങ്ങേയറ്റം ദുഃഖകരമാണ്. അദ്ദേഹത്തിന്റെ വേർപാടിൽ എനിക്കുള്ള അനുശോചനം അറിയിക്കുന്നു. ശരി, നന്ദി ശ്രീ K. ബാബു. ഈ അവസരത്തിൽ പ്രതികരിച്ചതിന്